നമസ്കാരം. ദൈവത്തിൽ നിന്നൊരു കൽപ്പന കിട്ടിയിട്ട് അതനുസരിക്കാതെ ഓടിപ്പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? അനുസരണക്കേടിന്റെയും ഒരു വലിയ കൊടുങ്കാറ്റിന്റെയും അവസാനം വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഒരു രക്ഷപ്പെടലിന്റെയും കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. യോനയുടെയും ആ വലിയ മത്സ്യത്തിന്റെയും ആവേശകരമായ കഥ നമുക്ക് കേൾക്കാം. അപ്പോ നമ്മുടെ കഥയുടെയെല്ലാം അടിസ്ഥാനം ഈ ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിക്കാതിരുന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം യോനയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം യോനയാണ്, ഒരു ദൈവദാസൻ. സാധാരണ ഒരു ദിവസമാണ്, പക്ഷേ അന്ന് അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വ്യക്തമായ ഒരു ദൗത്യം കിട്ടുകയാണ്. കൽപ്പന ഇതായിരുന്നു, വളരെ സിമ്പിളാണ്. നിനവേ എന്ന വലിയ നഗരത്തിലേക്ക് പോകണം. അവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഉത്തരവാദിത്തം തന്നെയായിരുന്നു അത്. എന്നാൽ ഈ കൽപ്പന കേട്ടപ്പോൾ യോന എന്തു ചെയ്തു? സന്തോഷത്തോടെ അത് സ്വീകരിച്ചെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഇവിടെയാണ് നമ്മുടെ കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ദേ നോക്കൂ, ഇത് കാണുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ് അല്ലേ? ദൈവം പറഞ്ഞു നിനവയിലേക്ക് പോകാൻ. യോന എന്തു ചെയ്തു? നേരെ എതിർദിശയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. ശരിക്കും പറഞ്ഞാൽ ആ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ദൈവത്തിൽ നിന്ന് അങ്ങനെയങ്ങ് ഒളിച്ചോടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. യോനയുടെ ഈ തീരുമാനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോവുകയായിരുന്നു. യോന യാത്ര ചെയ്തിരുന്ന കപ്പൽ നടുക്കടലിൽ എത്തിയതും പെട്ടെന്ന് ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് തുടങ്ങി. കപ്പൽ തകരുമോ എന്ന് പോലും എല്ലാവരും ഭയന്നുപോയി. കപ്പലിലുള്ള നാവികരെല്ലാം ആകെ പേടിച്ചു. അവർക്ക് മനസ്സിലായി, ഇത് സാധാരണ ഒരു കാറ്റല്ല. അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ കൂട്ടത്തിൽ ആരാണിതിനു കാരണം? ആരുടെയെങ്കിലും ഒരു തെറ്റുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അപ്പോഴാണ് യോന മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഈ ദുരന്തത്തിനെല്ലാം കാരണം താനാണെന്ന് യോന സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ തെറ്റാണ്, നിങ്ങൾ എന്നെ കടലിലേക്കെറിയോ, അപ്പോഴീ കൊടുങ്കാറ്റ് നിൽക്കും. ഒന്നാലോചിച്ചു നോക്കൂ. നാവികർക്ക് യോനയെ കടലിലെറിയാൻ വലിയ മടിയായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. അവർ യോനയെ കടലിലേക്ക് എറിഞ്ഞു. അവിശ്വസനീയം. എറിഞ്ഞ ആ നിമിഷം തന്നെ ആർത്തലച്ച കടൽ ശാന്തമായി. അതോടെ എല്ലാവർക്കും ഉറപ്പായി, പ്രശ്നക്കാരൻ യോന തന്നെയായിരുന്നു. കടലിൽ വീണ യോനയുടെ കഥ അവിടെ തീർന്നെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. യോനയുടെ യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തികച്ചും അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ. യോനയെ മുങ്ങിമരിക്കാൻ വിടുന്നതിനു പകരം ദൈവം ഒരു വലിയ മത്സ്യത്തെ അങ്ങോട്ടയച്ചു. ആ മത്സ്യം വന്ന് യോനയെ ശരിക്കും വിഴുങ്ങി. അതൊരു ശിക്ഷയായിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യേകതരം രക്ഷാപ്രവർത്തനമായിരുന്നു. ഒരു ജീവനുള്ള തടവറ. ആ മത്സ്യത്തിന്റെ വയറ്റിലെ കൂരിരുട്ടിൽ യോന എത്ര നേരം കഴിഞ്ഞെന്നോ? 1 ദിവസം, 2 ദിവസം, അല്ല, നീണ്ട 3 രാവും 3 പകലും. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും ധാരാളം സമയം. ആ ഏകാന്തതയില് യോനയ്ക്ക് തന്റെ തെറ്റ് പൂർണ്ണമായി മനസ്സിലായി. അദ്ദേഹം ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കരുണയുള്ള ദൈവമേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് തെറ്റുപറ്റി. ഇനി മുതൽ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊള്ളാം. ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. യോനയുടെ ആ പ്രാർത്ഥന വെറുതെയായില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അത് യോനയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, തന്റെ യഥാർത്ഥ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരു 2ാം അവസരം കൂടി നൽകി. അതെ, ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടു. ആ വലിയ മത്സ്യം കരയിലേക്ക് നീന്തിച്ചെന്ന് യോനയെ സുരക്ഷിതമായി പുറത്തേക്ക് ഛർദ്ദിച്ചു. ഇത്തവണ യോന ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. നേരെ നിനിവേയിലേക്ക് പുറപ്പെട്ടു. തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശം അവിടത്തെ ജനങ്ങളോട് പറഞ്ഞു. അതിന്റെ ഫലം അതിശയകരമായിരുന്നു. നിനവേയിലെ ജനങ്ങൾ യോന പറഞ്ഞത് കേട്ടു. അവർ തങ്ങളുടെ തെറ്റുകളിൽ പശ്ചാത്തപിച്ചു. അതിന് പ്രതിഫലമായി ദൈവം അവരോട് കരുണ കാണിക്കുകയും ആ നഗരത്തെ നശിപ്പിക്കാതെ രക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ യോനയുടെ ദൗത്യം പൂർണ്ണ വിജയമായി. കൊള്ളാം, നല്ലൊരു കഥ അല്ലേ? എന്നാൽ ഇതിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാൻ എന്തെങ്കിലും പാഠങ്ങളുണ്ടോ? തീർച്ചയായുമുണ്ട്. നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. 1. അനുസരണയുടെ പ്രാധാന്യം. 2. നമുക്ക് വഴിതെറ്റുമ്പോൾ പോലും പ്രാർത്ഥനയിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ശരിയായ വഴിയിലേക്ക് തിരികെ വരാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, കരുണയിലൂടെയും 2ാം അവസരങ്ങളിലൂടെയുമാണ് യഥാർത്ഥ രക്ഷ ലഭിക്കുന്നത്.
ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യോനയെപ്പോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു രണ്ടാം അവസരം ലഭിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.